നാടിനെ നടുക്കി പാലക്കാട് കല്ലടിക്കോട്ടെ അപകടം. പനയമ്പാടത്ത് ചരക്ക് ലോറി പാഞ്ഞു കയറി 4 സ്കൂൾ വിദ്യാർത്ഥിനികൾ മരിച്ചു. കരിമ്പ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളുടെ ജീവനാണ് പൊലിഞ്ഞത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകവെയാണ് ദാരുണമായ സംഭവമുണ്ടായത്. അവിടെ ഇപ്പോഴും വലിയ ആൾക്കൂട്ടമാണ്. നേരത്തെ വലിയ പ്രതിഷേധമായിരുന്നു. ഇപ്പോഴും അങ്ങേയറ്റം വലിയ ദുഃഖവും രോഷവുമായി നാട്ടുകാർ അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയും ശാന്തകുമാർ വെള്ളാലത്തും അവിടെ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം പ്രസാദിലേക്ക്. പ്രസാദ്, അത്യധികം ദുഃഖകരമായ കാര്യമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, കുറേ കാലമായിട്ട് ഒന്നിലേറെ ദുരന്ത സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ 4 സ്കൂൾ വിദ്യാർത്ഥികൾ, 8ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന കുട്ടികൾ, കൊച്ചുകുട്ടികൾ അവരുടെ സ്കൂളിന് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഇങ്ങനെയൊരു വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു. അങ്ങേയറ്റം ദുഃഖകരമാണ്. അവിടെ കൂടി നിൽക്കുന്ന നാട്ടുകാരുടെ സങ്കടവും രോഷവും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ഉണ്ടായത്, എപ്പോഴാണ് ഉണ്ടായത്, എന്തുകൊണ്ട് അപകടമുണ്ടായി? സനീഷ്, 4 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പനയമ്പാടം എന്ന് പറയുന്നത് കല്ലടിക്കോടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്താണ്, റോഡരികിലാണ്. ഇവിടെ നിന്നും പാലക്കാട് ഭാഗത്തു നിന്നും മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമൻറ്റ് ലോഡുമായി പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ വളവ് തിരിയുന്ന സമയത്ത് ഇവിടെ നിന്നും എതിർവശയിൽ നിന്നൊരു ലോറി ഈ ലോറിയുടെ പുറകുവശം ഇടിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇടിക്കുന്ന സമയത്ത് ഈ ലോറി മറിയുകയും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ചാലിലേക്ക് ലോറി മറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സിമൻറ്റ് ലോഡുകളെല്ലാം തന്നെ പൂർണ്ണമായും മറുവശത്തേക്ക് വീണിട്ടുണ്ട്. ലോറി പൂർണ്ണമായും ചെരിഞ്ഞു നിൽക്കുകയായിരുന്നു. പൂർണ്ണമായും മറിഞ്ഞു, ഒരു വശം പൂർണ്ണമായും മറിഞ്ഞു. കുട്ടികളുടെ ദേഹത്തേക്ക് ഇവിടെ നിന്നും കരിമ്പ ഹയർ സെക്കൻഡറിയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. 4 വിദ്യാർത്ഥിനികളും ഈ ലോറിക്ക് അടിയിൽപ്പെട്ടു. നാട്ടുകാരും അതോടൊപ്പം തന്നെ ക്രെയിനുമെല്ലാം വന്ന് ലോറി ഉയർത്തിയതിനു ശേഷമാണ് കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. 4 പേരും അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു കുട്ടികളുടെ ആരോഗ്യനില. പിന്നീട് തച്ചമ്പാറ ആശുപത്രിയിൽ, തൊട്ടടുത്തുള്ള തച്ചമ്പാറ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇതോടുകൂടി നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായി. കാരണം അവർ നിരന്തരം ആവശ്യപ്പെടുന്ന ഇതാണ് അതാണ് അതിന്റെ ശരി. ഇത് നിങ്ങൾ അല്ലേ പറയണ, അത് നമ്മളെ വസ്തുവിന്റെ അല്ല, അത് നിങ്ങൾ അതാണ് അതിന്റെ വേണ്ടത്. അവർ പറയുന്നത് ഈ റോഡ് ചെയ്ത കാലം മുതൽ ഇങ്ങനെയാണ്. ഈ റോഡ് കൂടി ചെയ്ത കാലം മുതൽ ഈ ഇവിടെ എത്രയോ ആക്സിഡന്റ് ഇവിടെ നാട്ടുകാരോട് ചോദിച്ചറിയാം. ഏത് കാലത്തും അങ്ങനെയാണ് ഇവിടെ. ഇത് ഇവിടെ അവസാനിക്കില്ലത്. ഇപ്പം ഇന്ന് ഇത് പറഞ്ഞെങ്കിലും ഇത് അവസാനിക്കില്ല. നാളെ പുറത്തുവിട്ടത്. നാളെ ഇതിന് വേറൊരു ഇത് ചെയ്യാൻ അവർ തീരുമാനമല്ല. ഇതിന് തൽക്കാലം ഈ ഗ്രിപ്പ് ഇട്ടതാ. ഈ ഗ്രിപ്പ് ഇട്ടത് 2 ദിവസമേ ഉള്ളൂ. ഇവിടെ അങ്ങനെ തന്നെ അതേപോലെ തന്നെയാണ്. എന്നിട്ടും ഇവിടെ ഈ അപകടം നിന്നിട്ടില്ല. ഈ അപകടം ഉണ്ടായത് ഈ വളവിൽ വണ്ടി വേഗത്തിൽ വന്നതാണോ? എന്താണ് നിങ്ങൾ ഞങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഇവിടെ കണ്ടില്ല. ഇത് അപകടം നടന്നപ്പോഴേ ഇവിടെ കാണുന്നത്. ഈ റോഡ് പണി ഇതിനെ കാരണം നമ്മുടെ അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമുക്ക് ഈ റോഡിൽ ഇവിടെ അത്രയും മിനുസമുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. അത്രയേറെ മിനുസമുണ്ട് എന്നുള്ളതാണ്. ഇത് മഴയൊക്കെ പെയ്താൽ ചെറുതായിട്ട് റോഡ് നനഞ്ഞാൽ പോലും അത്രയേറെ അപകടകരമായ സാഹചര്യമാണ് ഇവിടെയുള്ളത്. അങ്ങനെ റോഡാണ് ഗ്രിപ്പ് ചെയ്തെങ്കിൽ പോലും അതൊന്നും തന്നെ ഫലപ്രാപ്തിയിലേക്ക് വന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി നിരന്തരമായി 6 വർഷമായി ഈ റോഡിൻ്റെ പണി പൂർത്തിയായിട്ട്, പക്ഷേ 6 വർഷമായി ഇത്തരം അപകടങ്ങൾ ഇവിടെ സ്ഥിരമായി വരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നിരവധി അപകടങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് 6 വർഷത്തിനുള്ളിൽ 35ഓളം മരണങ്ങൾ ഈ പനയമ്പാടം മേഖലയിൽ തന്നെ അപകടങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ കഴിയുകയും മറ്റ് ചികിത്സയിൽ തുടരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് എല്ലാം തന്നെ പറഞ്ഞിട്ട് ഒരു തരത്തിലുള്ള നടപടികളും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. ഇന്നിപ്പോൾ ഇവിടെ എത്തിയ ADM-ഉം അതോടൊപ്പം നടപടികൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അതല്ല എങ്കിൽ ശക്തമായ പ്രതിഷേധം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും. ശക്തമായ പ്രതിഷേധം, ഡിബേറ്റ് ഇല്ലാത്ത കാരണം ശക്തമായ പ്രതിഷേധം നമ്മൾ നടത്തും. മനസ്സിലായോ? ഇതിപ്പോൾ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഡിബേറ്റ് അങ്ങനെ പറഞ്ഞ് പോലീസുകാരും അതിഥികളും പാടെ ഒഴിവാക്കിയാണ്. ഇനി ശക്തമായ പ്രതിഷേധം നാളെ ഉണ്ടാവും. ഓക്കെ, അതാണ് ശക്തമായ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തായാലും 4 കുട്ടികളാണ് അവരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ കുട്ടികളെ മുഴുവൻ അവരുടെ മൃതദേഹം തച്ചമ്പാറ ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. ഇന്ന് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ ചെയ്യുമെന്നതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ തോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികളും ഉണ്ടാകും.
പ്രസാദാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.